നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എന്താണ് SSC MTSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിനെപ്പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെ, അതിന്റെ ജോബ് പ്രൊഫൈൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. MTS മാത്രമല്ല, ഹവിൽദാർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൂടി ഇതിന്റെ ഒപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഏജ് രണ്ടുപേർക്കും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. അപ്പൊ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഒരു 10ാം ക്ലാസ് യോഗ്യതയിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു എക്സാം ആണ്. കട്ട് ഓഫ് ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ, ഈ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാവട്ടെ, എന്ത് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, കുറച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാം അത്യാവശ്യം നല്ല ഈസി എക്സാം ആണ്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് MTS. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യും, MTSനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേർക്ക് കിട്ടുന്ന ജോലിയാണ് MTS. ഒരു എന്താണ്, അപ്പൊ നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് ആവശ്യമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റില് MTSന്റെ, അതായത് പല കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ഒത്തിരി സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഒത്തിരി പേര്, നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് പേർക്ക് തന്നെ എന്തുണ്ടാവും, MTS കിട്ടിപ്പോയതായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ MTS മൾട്ടി ടാസ്കിങ് എന്നാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എക്സാം കുറച്ച് ചിലപ്പോൾ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സിലബസും എല്ലാം നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്, വിശദമായ സിലബസ് എല്ലാം വന്നിട്ടുണ്ട്, മാർക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ, ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെറുതെ എന്തിനാണ് സൈറ്റ് ബിസി ആവുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെട്ടെന്നൊക്കെ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും. ഇപ്പൊ നമ്മുടെ കലണ്ടർ അനുസരിച്ച് CGL വരും എന്ന് പറഞ്ഞു, CHSL വന്നു, അടുത്ത MTS, അങ്ങനെ എല്ലാ നോട്ടിഫിക്കേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് 2 ദിവസമായി വന്നിട്ട്. അപ്പൊ എന്താണ്, മൾട്ടി ടാസ്കിങ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എന്നാണ് പറയുന്നത്. കൂടാതെ അതിന്റെ കൂടെ ഹവിൽദാർ എന്ന് പറഞ്ഞൊരു പോസ്റ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഡേറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോ 26 തൊട്ട് അടുത്ത മാസം 24, അതായത് ജൂലൈ 24 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ജൂലൈ 24 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ എന്താണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ അത് 23, അതായത് 12 മണിക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യണം. 24-ാം തീയതി വരെ കേട്ടോ. ഓപ്പൺ ആകുന്നത് 26-ാം തീയതിയാണ്. ഇന്നിപ്പോ 30 ആയിട്ടുണ്ട്. അപ്പൊ 26 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ വേഗം അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് എന്താണ്, പേയ്മെന്റ്, ഫീ പേയ്മെന്റിൻ്റെത് 25 ആണ്. അപ്പൊ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഫീ അങ്ങ് പേയ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ദിവസം കൂടി അവർ തരുന്നുണ്ട് ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കറക്ഷൻ വിൻഡോ, ആപ്ലിക്കേഷൻ ഓഫ് കറക്ഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെന്ന് പിന്നീട് നിങ്ങൾ അറിയുകയാണെങ്കിൽ, ഒറ്റ തവണ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പൊ തിരുത്താൻ പറ്റത്തില്ല. സബ്മിറ്റ് കൊടുത്താൽ അങ്ങനെ പിന്നെ തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരൊരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കും. അതായത് ഒരു 2 ദിവസം 3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു കറക്ഷൻ വിൻഡോ എല്ലാത്തിനും ഓപ്പൺ ആക്കാറുണ്ട്. SSCയുടെ എല്ലാത്തിനും മാത്രമല്ല, റെയിൽവേക്കും അങ്ങനെ എല്ലാത്തിനും ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ. അപ്പൊ അതിൽ എന്ത് ചെയ്യുക, നമ്മളൊരു പേയ്മെന്റ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 24-ാം തീയതി നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിയും. അപ്പൊ 29 തൊട്ട് 31 വരെ എന്ത് ചെയ്യാം, 2 ദിവസം 3 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അപ്പൊ നമുക്കത് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു എക്സാം ഡേറ്റിന്റെ അവർ പറയുന്നത് സെപ്റ്റംബർ 20 തൊട്ട് ഒക്ടോബർ 24 വരെയാണ് കേട്ടോ. അതുവരെയാണ്. അതിൽ എപ്പോഴെങ്കിലും ഓരോ ദിവസമായിരിക്കും, 1 ആഴ്ച 2 ആഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തും. പലർക്കും ഓരോ സ്റ്റേജ് ആയിട്ടായിരിക്കും നടത്തുക. സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പോലെ തന്നെയാണ്. പിന്നെന്താണ്, അപ്പൊ സെപ്റ്റംബർ 20 തൊട്ട് ഒക്ടോബർ 24 വരെ എപ്പോ വേണമെങ്കിലും നമുക്ക് എക്സാം വരാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. പിന്നെ വേക്കൻസീസ്, MTSന്റെ വേക്കൻസീസ് അവരങ്ങനെ പറഞ്ഞിട്ടില്ല, ബീങ് കളക്ടഡ് എന്നേ പറഞ്ഞുള്ളത്. എന്തായാലും ഒത്തിരി വേക്കൻസി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ അവര്. ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും എക്സാം. പക്ഷെ ഹവിൽദാറിന്റെ അവരൊരു ഇത് കൊടുത്തിട്ടുണ്ട്, 1075 എന്ന് പറയുന്നുണ്ട്. അത് ഒരു ടെന്റേറ്റീവ് വേക്കൻസി ആണ്. അപ്പൊ മാറ്റങ്ങൾ വരാം അതില്. അതാണ് അതിന്റെ MTSന്റെ ഹവിൽദാറിന്റെ വേക്കൻസി വരുന്നത് അങ്ങനെയാണ്. പിന്നെ ഏജ് ലിമിറ്റ് ആണ് കേട്ടോ. ഏജ് ലിമിറ്റ് നോക്കുന്നത് 1/8/2025 എന്നുള്ള തീയതിയുടെ ബേസിസിലാണ്.
അപ്പൊ അന്നിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടാൻ പാടില്ല വയസ്സ്. ആ ഒരു ഡേറ്റ് ആണ് അവര് വെച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ MTSന് 18 തൊട്ട് 25 വയസ്സ് വരെയാണ് കേട്ടോ. നോട്ട് ബിഫോർ 2/8/2000, നോട്ട് ലേറ്റർ 1/8/2007. ഇതാണ് അവരുടെ ഏജ് വരുന്നത് കേട്ടോ MTSന്റെ. പിന്നെ ഹവിൽദാറിനാണെങ്കിൽ 18 തൊട്ട് 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അത് നോക്കുക. അപ്പൊ 27 താഴെയുള്ളവർക്ക് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ MTS എന്ന് പറഞ്ഞ ഒരു ക്ലറിക്കൽ പോസ്റ്റ് പോലെയാണ് കേട്ടോ. ക്ലറിക്കൽ പിയൂൺ അങ്ങനത്തെ ഒരു പോസ്റ്റ് പോലത്തെയാണ് MTS വരുന്നത്. ഹവിൽദാർ ലൈക്ക് ഒരു സെക്യൂരിറ്റി പോസ്റ്റ് പോലെയൊക്കെ വരും. അപ്പൊ അവർക്ക് 27 വയസ്സുള്ളവർ വരെ അപ്ലൈ ചെയ്യാം. മറ്റത് 25 വയസ്സാണ്. പിന്നെ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിക്കാണ് ഈ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ SC/ST ആണെങ്കിൽ 5 വർഷം, OBC 3, അൺറിസർവ്ഡ് EWS 10, PWBDക്ക് OBC SC/ST അവർക്കൊക്കെ എന്തുണ്ട് സെപ്പറേറ്റ് 10, 13, 15 ഉണ്ട്. എക്സ് സർവീസ് മാന് 3 ഇയേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഏജ് ലിമിറ്റ് മാറും. ജനറൽ കാറ്റഗറിയാണ് 18-25, 18-27 പറയുന്നത്. ഓക്കെ. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം, 10ാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1/8/2025 അത്രേ ഉള്ളൂ കേട്ടോ. 18. പിന്നെ അതിനെപ്പറ്റി ബാക്കി ഇതിപ്പോ ഒത്തിരി പേജ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 10-60 പേജോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. 10ാം ക്ലാസ് ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. 100 രൂപയാണ് അതിന്റെ വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വുമൻസിന് SC കാൻഡിഡേറ്റ്സ്, ST കാൻഡിഡേറ്റ്സ്, PWBD, എക്സ് സർവീസ് മാൻ അവർക്കൊന്നും എന്തില്ല, ഫീസ് ഇല്ല. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഫീസ് അടയ്ക്കുക. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് അടയ്ക്കണം. വുമൻസിന് ഫീസ് ഇല്ല. പിന്നെന്താണ് SC, ST, PWBD, എക്സ് സർവീസ് മെൻ അവർക്കൊന്നും എന്തില്ല, ഫീസ് ഇല്ല കേട്ടെ. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 25/7 കേട്ടോ, ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതാണ് 100 രൂപയാണ് ഫീസ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അപ്പൊ അതിന് നമ്മൾ ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടി വരും കേട്ടോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ KKR എന്ന് പറയുന്ന ഒരു റീജിയൻ, അതായത് കേരള കർണാടക റീജിയൻ ആണ് നമ്മുടെ വരുന്നത്. SSC KKR എന്ന് പറയും. നമുക്ക് സൈറ്റ് എടുക്കും SSC KKR ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വരുന്നത്. അപ്പൊ നമ്മുടെ എക്സാം സെന്റേഴ്സിന്റെ സ്ഥലങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കേരളത്തില് എറണാകുളം വരുന്നുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, പിന്നെ കവരത്തി. അത് നമുക്കല്ല, ലക്ഷദ്വീപാണ്. അപ്പൊ ഇത്രയും കണ്ണൂർ, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, എറണാകുളം ജില്ലകളിലാണ് നമ്മുടെ എന്ത് വരുന്നത്, എക്സാം സെന്റേഴ്സ് വരുന്നത്. അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കിക്കോക്കാം. പിന്നെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും കേട്ടോ, നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് ഇൻ ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് ഇൻ 13 റീജിയണൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ആ റീജിയണൽ ലാംഗ്വേജസ് ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് എന്തുണ്ട്, മലയാളം ഉണ്ട്. ഓക്കെ, അങ്ങനെ എഴുതാം. ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം. നമുക്ക് ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലും അത് ഭാഷ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാവും, എഴുതിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ സിലബസും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഈ ഇപ്പോ മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ മാത്തമാറ്റിക്സിന്റെ വിശദമായിട്ടുള്ള സിലബസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ നമുക്ക് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്. റീസണിങ് മാത്സും ആണ് കേട്ടോ. നമ്മുടെ അതിനവരങ്ങനെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. 20-20 വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ സെക്ഷൻ 2 വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ആണ് കേട്ടോ. അത് 25 ക്വസ്റ്റ്യൻ വെച്ചാണ്. മാക്സിമം മാർക്ക് 75. ഇതിന്റെ മാക്സിമം മാർക്ക് 60 ആണ് കേട്ടോ. ടൈം വരുന്നത് 45 മിനിറ്റ്സ് ആണ് കേട്ടോ. പിന്നെ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഈ ഹവിൽദാർ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നടക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾക്ക് 1.5 കിലോമീറ്ററോ അങ്ങനെ എന്തോ നടക്കേണ്ടതായിട്ടോ ഓടേണ്ടതായിട്ടോ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ വായിച്ചു നോക്കുക. പിന്നെ നമുക്കുള്ളത് അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. മെയിലിലാണെങ്കിൽ 187.5, ചെസ്റ്റ് 181 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആണോ നോക്കുക. 152 സെന്റിമീറ്റർ ആണ് ഫീമെയിലിന്, വെയിറ്റ് 48 kg ഒക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നോർമലായിട്ട് ഓടാനോ നടക്കാനോ ആണ് ഈ ഹവിൽദാർ പോസ്റ്റുകൾക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ അതാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ നിങ്ങളുടെ ഫിസിക്കൽ ഇതുകൂടെ നോക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ.
കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ജനറൽ കാറ്റഗറി ഒക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് കാറ്റഗറികളൊക്കെ ചിലർക്ക് അപ്പൊ അല്ലെങ്കിൽ സ്ക്രൈബ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടി വരും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഈ MTS-ന്റെയും നമ്മുടെ SSC, CGL, CHSL അങ്ങനെ എല്ലാത്തിന്റെയും കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ MTS ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഈസിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. SSC, CGL, CHSL ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. അപ്പൊ അവര് MTS കിട്ടിയാലും അവരെന്ത് ചെയ്യും, മറ്റേ ബാക്കിയുള്ളതിലേക്ക് പോകും. CHSL കിട്ടുമ്പോൾ MTS കളഞ്ഞിട്ടൊക്കെ പോകും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിക്കുക. SSC, CHSL പഠിക്കുക, CGL പഠിക്കുക. പിന്നെ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ MTS-ന്റെ കാര്യം എടുത്തു പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം, ഡൗൺലോഡ് ചെയ്യേണ്ട. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സിലബസ് ഏതായാലും, CGL, CHSL, MTS. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ളവർ എന്ത് ചെയ്യുക, അത്രയും വേഗം അപ്ലൈ ചെയ്യുക കേട്ടോ.